ശബ്ദം നന്നായി വരാത്തൊരു സമയത്താണ് ഇങ്ങനെയൊരു വാർത്തയുമായി രംഗത്ത് വരുന്നത്. മീഡിയ ഗ്രാമം എപ്പോഴും നിലനിന്നിരുന്നത് രാജ്യത്തിനകത്തെ മതേതര പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ വിജയം കണ്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല എങ്കിൽ അത് ഒരുപാട് പ്രേക്ഷകർ വിളിച്ചറിയിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ന് നിങ്ങൾക്ക് നേരെ വന്നിരിക്കുന്നു. നമുക്കറിയാം, 5 മാസത്തിനപ്പുറത്ത് വലിയൊരു പോരാട്ടം കേരളം കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഫൈനൽ പോരാട്ടം എന്നുള്ള നിലയിൽ ഈ ഒരു സെമി ഫൈനലിനെ കാണുമ്പോൾ ആ പോരാട്ടത്തിലെ വിജയം ആർക്കാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനലിൽ ആധികാരിക വിജയം മുഴുവൻ UDF നേടി എന്നുള്ളത് അത് ധാർമ്മികതയുടെ വിജയം മാത്രമാണ്. കേരളത്തിൻ്റെ വികാരവും ഒരു വലിയ വൈകാരിക മനസ്സിനെയും വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു UDF വിജയം എത്തിയെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. 3ാം ഭരണം ലക്ഷ്യമിട്ട് തദ്ദേശ പോരാട്ടത്തിൽ ഇറങ്ങിയ LDFന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ടാണ് UDF ഒരു തിരിച്ചുവരവിൻ്റെ പാത തെളിച്ചു വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് UDFൻ്റെ വിജയം എന്ന് മാത്രം പറയാൻ കഴിയില്ല. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ അരാജകത്വത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വിജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ജയിച്ച കയറാത്ത കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വരെ, അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലും UDFനെ പോലും അമ്പരപ്പിക്കുന്ന ഒരു വിജയം നൽകി ആ മുന്നണിയെ ജയിപ്പിച്ചത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. ഇതിൽ വലിയൊരു സന്ദേശം കൂടിയുണ്ട്. നില മെച്ചപ്പെടുത്തുമെന്ന ഒരു പൊതുവിലയിരുത്തലിനപ്പുറം ഇടതുമുന്നണിയുടെ കോട്ട കൊത്തളങ്ങളിൽ പോലും വെന്നിക്കൊടി പാറിച്ചുകൊണ്ടാണ് UDF ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന് ഒരുങ്ങിക്കൊണ്ട് സെമി ഫൈനൽ വിജയിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇത്തവണ ഇല്ലെങ്കിൽ ഇനിയില്ല എന്ന് നേതൃത്വം നൽകിയ മുന്നറിയിപ്പ് ആ മന്ത്രം മുന്നണിയിലെ പ്രധാന പാർട്ടികളുടെ അണികളെല്ലാം ഏറ്റെടുത്തതോടെയാണ് സാമൂഹിക ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളെയും PR പ്രചാരവേളകളെയും മറികടന്നുകൊണ്ട് ഒരു ജനവികാരം ഒപ്പം നിർത്താൻ UDFനെ ഇവിടെ സഹായിച്ചത്. 9.5 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. ആ ഭരണത്തിൽ നിന്നും 11 വർഷത്തിലധികമായി കേന്ദ്ര ഭരണത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി, ആ കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും മുന്നണിക്കും പൊതുവെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. അതിൻ്റെ ആദ്യ വിജയ സൂചന നൽകുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFന് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണ സാധ്യതകളിലേക്കും UDFനെ ഒരുപക്ഷെ സഹായിക്കുമെന്നുറപ്പാണ്. പക്ഷേ ആര് ഈ മുന്നണിയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും UDFന് ഈ വിജയം നൽകുന്നത് വലിയൊരു സൂചന തന്നെയാണ്. നേരത്തെ UDF വിട്ടുപോയ കേരള കോൺഗ്രസ് എം, ലോക് താന്ത്രിക് ജനതാദൾ അതുപോലെയുള്ള കക്ഷികളെയെല്ലാം തിരിച്ചെത്തിക്കാനുള്ള ചില ശ്രമങ്ങളിലേക്കും UDF ഇതുവഴി കടക്കും എന്നുള്ളതും ഉറപ്പാണ്. ഈ 2 പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളായ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ തിരിച്ചുവരവ് ഇതിനുള്ള സാധ്യതകൾ ശക്തിപ്പെടുത്തുമെന്നും UDF മാത്രമല്ല മറ്റുള്ള പാർട്ടികൾ തന്നെ വിശ്വസിക്കുകയാണ്. ജയമുറപ്പിക്കാനായി വാർഡ് വിഭജനത്തിലൂടെ LDF അവർക്കിഷ്ടമുള്ള പോലെ വാർഡുകളും ഡിവിഷനുകളും ഒക്കെ വെട്ടിമുറിച്ച ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത്. എന്നിട്ടും അവിടെ UDF വിജയിക്കുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ തീരുമാനിച്ചൊരു തീരുമാനമാണ്. UDFന് ജയസാധ്യതയുള്ള പല വാർഡുകളും അശാസ്ത്രീയമായി വെട്ടിമുറിച്ചത് നമ്മൾ കണ്ടതാണ്. പല വാർഡുകളെക്കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിക്ക് മുമ്പിലും എത്രയോ കേസുകളുമായി അത് പോയിട്ടുമുണ്ട്. ഈ പ്രതികൂല സാഹചര്യം കൂടി മറന്നുകൊണ്ടാണ് എല്ലാ ത്രിതല പഞ്ചായത്തുകളിലേക്കും അതുപോലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിങ്ങനെയുള്ള എല്ലാ
മത്സരത്തിൻ്റെ എല്ലാ തലങ്ങളിലും UDF അതിശക്തമായ ആധിപത്യം ഉറപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇത് നല്ല സൂചനയാണ് നൽകുന്നത്. പക്ഷേ UDFും കോൺഗ്രസും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുള്ളത് ഇനി അവരുടെ പാർട്ടിക്കുള്ളിൽ, അവരുടെ മുന്നണിക്കുള്ളിൽ ഇത്തരം നല്ലൊരു സാഹചര്യം കൊണ്ട് തമ്മിൽ തല്ല് നടത്തിയാൽ ഇതും ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്.